ഒരുവൻ സുവിശേഷത്തെ നിഷേധിക്കണമെങ്കിൽ ദൈവം ലോകത്തിലേക്ക് അയച്ച ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നിഷേധിക്കുന്നു. ആ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന സർവശക്തനായിരിക്കുന്ന പിതാവായ ദൈവത്തെ നിഷേധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി മാത്രമേ ഉള്ളൂ. എന്നിട്ടും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നിട്ടും സുവിശേഷകന്മാരെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിരന്തരം ലജ്ജ കൂടാതെ പറയുവാൻ ദൈവത്തിന് നമ്മളുടെ മുമ്പിൽ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. അവൻ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ എത്ര നിഷേധിച്ചിട്ടും മരണത്തിന്റെ അവസാന ശ്വാസം വരെ നിന്റെ ഹൃദയാന്തർഭാഗത്തൊന്ന് കടന്നു പോകുന്നിടം വരെയും നിന്റെ പുറകെ സുവിശേഷന്മാരെ ദൈവം അയക്കും. കാരണം എന്താണ്? മരിച്ചതിന് ശേഷം നിന്റെ രക്ഷിപ്പാൻ പുരോഹിതന്മാരുടെ പ്രാർത്ഥനകൾക്ക് കഴിയത്തില്ല, പിന്താടിതർക്ക് കഴിയത്തില്ല, മരണാന്തര ശേഷക്രിയക്ക് നിന്റെ രക്ഷിക്കത്തില്ല. ഞാൻ മാത്രമാണ് നിന്റെ ഏകരക്ഷകന്. നീ എന്നെ ഭൂമിയിൽ വെച്ച് തള്ളിക്കളഞ്ഞിട്ടാണ് മരിക്കുന്നതെങ്കിൽ മരിച്ചതിന് ശേഷം നിന്നെ രക്ഷിപ്പാൻ എന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ലാത്തത് കൊണ്ട് ഭൂമിയിൽ വെച്ച് ഈ കർത്താവിന്റെ നാമത്തെ തള്ളിക്കളഞ്ഞ ഒരുത്തനും മരിച്ചതിന് ശേഷം ദൈവത്തോടുകൂടെ സ്വർഗത്തിൽ വാസം ചെയ്യാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ട, ലോകം അവസാനിക്കും, നരകമുണ്ടത് തീപ്പൊയ്കയുമാണ്.